സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നടി ശോഭന. വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്നുണ്ടെങ്കിലും അപൂർവമായി ശോഭന തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. വ്യക്തിപരമായ കാര്യങ്ങൾ പറയില്ലെന്ന് ചില അഭിമുഖങ്ങളിൽ നടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഇവിടെ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. തന്റെ മകൾക്കൊപ്പം സ്വകാര്യ ജീവിതം നയിക്കുകയാണ് ശോഭന. മകളെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ തയ്യാറല്ല. മകളുടെ സ്വസ്ഥ ജീവിതത്തിൽ ജനശ്രദ്ധ തടസ്സമാകരുത് എന്ന് ശോഭന കരുതുന്നു. ശോഭനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംവിധായകനായ നടനും ആലപ്പി ഷറഫ് ഇപ്പോൾ തിരുവനന്തപുരം സഹോദരിമാരായ ലളിത, പത്മിനി, രാഗിണിമാരുടെ ഇളം തലമുറക്കാരിയാണല്ലോ ശോഭന. ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണുമെല്ലാം വാങ്ങി മലയാള സിനിമയെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന. നൃത്തകലയെ തൻ്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ കാണുന്ന ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന് 55 വയസ്സ് വരെ ചിന്തിച്ചിട്ടുമില്ല എന്നതാണ് യഥാർത്ഥം. അവർക്ക് കൂടുതലും ഇഷ്ടം, താല്പര്യം ഒരു നൃത്തവിദ്യാലയം ആരംഭിച്ച് അവിടുത്തെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക എന്നതായിരുന്നു. അതിലേക്ക് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം. ശതകോടിയുടെ ആസ്തിയുള്ള ശോഭനയ്ക്ക് തനിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും ഒരു കുട്ടിയെ വേണമെന്ന് തോന്നിയപ്പോൾ 2010 വെറും 6 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു. അനന്തനാരായണി എന്ന നാമകരണവും നടത്തി. തൻ്റെ സ്നേഹവും വാത്സല്യങ്ങളെല്ലാം അവൾക്ക് നൽകിക്കൊണ്ട് ശോഭന ചെന്നൈയിൽ താമസിക്കുന്നു. നാരായണിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ശോഭനയ്ക്ക് 100 നാവാണ്. അമ്മയ്ക്കാകാൻ ഒരു പൊക്കിൾക്കൊടി ബന്ധം ആവശ്യമില്ല. ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാകാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ആലപ്പി അഷ്റഫ്.